ഇത് ബഡൊന്നുമല്ല കേട്ടോ, ബഡിൻ്റെയും ഗ്രാഫ്റ്റിൻ്റെയും കാലമല്ലേ. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഇത് കണ്ടോ, ഈ ചെടിച്ചട്ടിയിലെ ഒറ്റ ചുവടാണ്, ഒരു ചുവട്ടിലെ ഒരു കമ്പിലെ വിസ്മയമാണ്. ഇതിൻ്റെ പേര് ഏതാണ്ട് പേരൊക്കെ എനിക്ക് തന്നയാൾ പറഞ്ഞായിരുന്നു. നമ്മുടെ കോട്ടയംകാരി ജെയ്സമ്മ തന്നതാണ്. എന്നാ ഭംഗിയാണ് നോക്കിക്കേ. അതിൻ്റെ അറ്റത്തതേ പ്യുവർ നല്ല ആപ്പിൾ ഗ്രീൻ കളറ്, പക്ഷേ മിഡിൽ പാർട്ട് നോക്കിക്കേ വർണ്ണ വൈവിധ്യങ്ങളല്ലേ. ഇനി അതിൻ്റെ തുടക്കം നോക്കിക്കണേ. ഇത് കേട്ടോ, തുടക്കത്തെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം വലിപ്പമൊക്കെ നമ്മുടെ ഹൈ റേഞ്ച് വിട്ട് വേറെ ഒരിടത്തുമില്ല. അത് പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരം ഒരു 5-5:30-6 മണിക്കും പൂക്കൾക്ക് എന്നാ മനോഹാരിതയാണെന്നറിയാമോ. ഇത് ഒറ്റ ചെടിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഒറ്റയാണ്, ഒരു ചെറിയതാണ്. അതിനോട് ചോദിക്കണം ഇതിൻ്റെ കറക്റ്റ് പേര്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കറക്റ്റ് അറിയാമെങ്കിൽ പറഞ്ഞു തരണേ. ഇതിൻ്റെ തന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ അടുത്ത കമ്പ ബഡല്ല കേട്ടോ, വീണ്ടും ബഡാന്ന് ചിന്തിക്കരുത്. ചെറിയൊരു ചെടിയായിരുന്നു ഇത്. തന്നപ്പം തന്നെ ഇത് ചട്ടിന് ഇങ്ങനെ താഴേക്ക് താന്നാണ് കിടന്നത്. എനിക്കതിനെ പൊക്കി വെക്കാൻ പറ്റിയില്ല. നോക്കിയേ നിങ്ങൾ, ഈ കമ്പിലെ പൂക്കളുടെ കളർ നോക്കിയേ, ഏതൊക്കെ കളർ നോക്കി, യെല്ലോ വരെ വന്നിട്ടുണ്ട് അല്ലേ. ഇത് ഹൈ റേഞ്ചിൻ്റെ വിസ്മയമാണ് എന്ന് പലരും പറഞ്ഞു. ഹൈ റേഞ്ചിലായിട്ട് ഇത്രയും മൾട്ടി കളർ ഇങ്ങനെ കാണാൻ പറ്റുന്നതെന്ന്. നല്ല രസമല്ലേ. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നിങ്ങളെ കാണിക്കാൻ തോന്നി. ഇനിയും അതറിയണമെങ്കിൽ ഇത് കണ്ടോ, ഇതൊരു നാടൻ ബൊഗൈൻവില്ലയാണ്. ഇത് അതിൻ്റെ ഒരു ശിഖരമാണ് ഈ കിടക്കുന്നത്. ഇത് നോക്കിക്കേ, എന്തോ ഒരു ഭംഗിയാണ് നോക്കിക്കേ. ആ ഒരു ശിഖരത്തിലെ തന്നെയാണ് പൂ നോക്കിക്കേ, നല്ല ഭംഗിയല്ലേ. എന്തൊരു കളറാണ്, ഓരോ ദിവസവും കളർ മാറിക്കൊണ്ടേയിരിക്കുക. ഒറ്റ ഒരു ചെടി ചുറ്റി കാണിക്കാവേ. ഇത് 3ാമത്തെ ട്രിപ്പാണ്. പൂത്ത് പോയിട്ട് വീണ്ടും പൂക്കൾ നിൽക്കുന്നതാണ്. എങ്ങനെയുണ്ട്?